പ്രിയമുള്ളവരെ, സ്നേഹ നമസ്കാരം. നമ്മൾ സാധാരണ മനുഷ്യര് അവരുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയോ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും തങ്ങൾക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ ഈശ്വരന്റെ സന്നിധിയിലെത്തി ആ പ്രയാസങ്ങളും സങ്കടങ്ങളുമൊക്കെ ഇറക്കി വയ്ക്കുന്നത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ അത് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ അവനവന് തന്നെ വിശ്വാസവും ആദരവും അതുപോലെ തന്നെ സമാധാനവും ലഭിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം പലപ്പോഴും ഈശ്വര സന്നിധിയിലെത്തി പലരും അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുന്നത്. ഇത് ഒരു മതവിഭാഗത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. ഏത് മതത്തിൽപ്പെടുന്ന ആൾക്കാരും ഈശ്വര വിശ്വാസികളായിട്ടുള്ള എല്ലാവരും അവരവരുടെ ആരാധനാ കേന്ദ്രങ്ങളെയാണ് എപ്പോഴും ശരണം പ്രാപിക്കാറ്. അങ്ങനെ ഹൈന്ദവരായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള കോടിക്കണക്കിന് ഭക്തജനങ്ങള് ഓരോ ക്ഷേത്രങ്ങളിലും ദർശനം ചെയ്യുകയും അവരുടെ വിശേഷാലുള്ള സങ്കടങ്ങളെ അവിടെ ഇറക്കി വെച്ച് അവനവന്റെ മനസ്സിന്റെ ഭാരം കുറയ്ക്കുവാനുള്ള ശ്രമം ഇന്നും എല്ലാ കാലങ്ങളിലും തുടരുന്നത് തന്നെയാണ്. കേരളത്തില് അങ്ങോളം ഇങ്ങോളമുള്ള പല ഹൈന്ദവ ക്ഷേത്രങ്ങളും വളരെയധികം വികസനത്തിലും വളരെയധികം സാമ്പത്തികമായിട്ട് പുരോഗതി വരുവാനും കാരണം ഈ ഭക്തജനങ്ങളുടെ അമിതമായിട്ടുള്ള അതിയായിട്ടുള്ള ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ്. അവർ ഓരോരുത്തരും തങ്ങളുടെ സാമ്പത്തികത്തിന്റെ നല്ലൊരു ഭാഗം ഭഗവാനായിട്ടോ ഭഗവതിക്കായിട്ടോ കാണിക്കയർപ്പിച്ചും മറ്റു തരത്തിലുള്ള വഴിപാടുകളിലൂടെയും ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നു. അത് അവരുടെ വിശ്വാസവും അതിലൂടെ അവരുടെ ദുഃഖങ്ങൾക്ക് നിവർത്തി വരുന്നുണ്ട് എന്നുള്ള സങ്കല്പവും കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. കോടിക്കണക്കിന് ആൾക്കാർ നിരീശ്വരവാദികളായിട്ടുള്ള ഈ ലോകത്തില് അതിന്റെ 100 ഇരട്ടിയോളം വരുന്ന തരത്തിൽ ഭക്തിയുടെ വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ഒരു വിഭാഗം ഈ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്തുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഹൈന്ദവ ജനതയ്ക്ക് കേരളത്തിൽ ഒട്ടനവധി വളരെയധികം പ്രശസ്തി ആർജിച്ച ക്ഷേത്രങ്ങളുണ്ട്. അതിൽ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഭക്തിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അതികഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി സ്വന്തം ഇഷ്ടങ്ങളെയും സ്വന്തം സുഖ സൗകര്യങ്ങളെയും വേണ്ടെന്ന് വെച്ച് തികച്ചും ഏറ്റവും ഭക്തി നിർഭരമായ രീതിയിലാണ് ഈ ശബരിമല ദർശനം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് വളരെയധികം മദ്യപാനിയായിട്ടുള്ളതോ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ആൾക്കാര് പെട്ടെന്ന് തന്നെ തന്റെ കഴുത്തിൽ ആ ശരണമുദ്ര, ശബരിമലയ്ക്ക് പോകുവാനുള്ള മാല ധരിച്ചതിന് ശേഷം അവരുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും അവരുടെ ചിന്തകളിലും തന്നെ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഓരോ മനുഷ്യന്റെയും ഭക്തിയുടെ വിശ്വാസത്തിന്റെ അടിയുറച്ച വേരുകൾ അവന്റെ മനസ്സിലെ മറ്റു ദുർനടപടികളെ കീറിമുറിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് ആ സമയത്ത് അതിൽ നിന്നും വിജയം നേടുവാൻ സാധിക്കുന്നത്. ഇത്രയും ത്യാഗോജ്വലമായിട്ടുള്ള ഈ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തന്റെ ശബരിമലയിലെ ആ ഭഗവാൻ അയ്യപ്പസ്വാമിയെ കാണുവാനുള്ള സൗഭാഗ്യം ഓരോരുത്തർക്കും പലപ്പോഴും സിദ്ധിക്കുക എന്നുള്ളത് അവന്റെ ജന്മ പുണ്യമായിട്ട് തന്നെ ഓരോ ഭക്തരും കരുതുന്നു. സത്യത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ശബരിമലയിൽ പോയി ഭഗവാനെ ദർശിക്കുവാനുള്ള സൗഭാഗ്യം കിട്ടുന്നത് തന്നെ പരമമായ പുണ്യമായി കരുതുന്ന ഓരോ അയ്യപ്പ ഭക്തന്റെയും ഇടയിൽ എന്നെ പോലെ ഭക്തിയുടെ അസ്കിത ഒരല്പം കൂടുതലായിട്ടുള്ള ഞാനും എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദര തുല്യനായിട്ടുള്ള ഷൈൻ ചേട്ടനും കൂടി 114 പ്രാവശ്യം ഭഗവാനെ കാണുവാൻ ഇപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞു. ഓരോ തവണ പോകുമ്പോഴും ഭഗവാനെ കണ്ട് മനസ്സ് മടുക്കാറില്ല. വീണ്ടും വീണ്ടും കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് എല്ലാ മാസത്തിലും മലയാള മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം ഭഗവാനെ ദർശിക്കുവാൻ പോകാറുണ്ട്. അതിൽ തന്നെ ശബരിമലയില് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോഴും പ്രളയം മൂലം അവിടെ ഗംഭീരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴും മാത്രമാണ് തുടർച്ചയായിട്ട് പോകാതിരിക്കുന്നത്. ആ ഭഗവാനെ ദർശിക്കുവാനായിട്ട് പോകാൻ സാധിക്കാതിരുന്ന സമയത്തൊക്കെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വളരെയധികം വേദനയായി. പമ്പയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള ഗംഭീരമായിട്ടുള്ള കയറ്റം തുടങ്ങുന്ന സമയത്ത് കരിമലയും നീലിമലയും അപ്പാച്ചിമേടും ശരംകുത്തിയാലും കിടന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിൽ ഒരു തവണ പോലും നിൽക്കാതെയും ശരണം വിളി മുടങ്ങാതെയും ഞങ്ങൾക്ക് ഭഗവാനെ ദർശിക്കുവാനുള്ള സൗഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും അധികം സന്തോഷകരമായിട്ടുള്ള കാര്യം ഈ നിർത്താതെ ശരണം വിളിച്ച് അവിടെ എത്തി ഭഗവാനെ കാണുന്ന ഒരു നിമിഷം നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമാണ്.
അതിനുശേഷം വീണ്ടും ഭഗവാനെ കാണുവാനുള്ള ആ വ്രതം, ആ നോമ്പ് എപ്പോഴും ഭഗവാനെ ഞങ്ങളോടൊപ്പം അങ്ങുണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയാണ് എന്നെ പോലത്തെ സാധാരണ ഭക്തജനങ്ങൾ ചെയ്യുക. ഈ 114 പ്രാവശ്യം പോയിട്ടും ഭഗവാനെ കണ്ട് കൊതി തീർന്നില്ലേ എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എത്ര കണ്ടാലും മതിവരാത്ത ആ ദിവ്യരൂപം, ഭഗവാനെ എത്ര ദർശിച്ചാലും മതിയാകാത്ത ആ ദിവ്യരൂപം, ആ ഭഗവാനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക, മരണം വരെ കാലുകൾ കൊണ്ട് നടന്ന് ആ മല കയറുവാൻ സാധിക്കുന്ന സമയം വരെ ഭഗവാനെ അങ്ങ് ദർശനം നൽകണേ എന്നായിരുന്നു. പക്ഷെ ഇന്ന് വളരെയധികം പ്രയാസത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ ഓരോ തവണ പോകുമ്പോഴും ഓരോ തരത്തിൽ ഭഗവാൻ ദിവ്യമായിട്ടുള്ള, അതിശ്രേഷ്ഠമായിട്ടുള്ള, അതിവിശേഷമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോടൊപ്പം ഭഗവാൻ സഞ്ചരിക്കുന്നതായിട്ടും നമ്മളോടൊപ്പം യാത്രയിൽ ഭഗവാൻ കൂടെയുള്ളതായിട്ടുമൊക്കെ ഞങ്ങൾക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. ആ ഭഗവാന്റെ സന്നിധിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളോടൊപ്പം ആരൊക്കെയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അതിന്റെ നിയമവശമായിട്ടുള്ള കാര്യങ്ങൾ അത് അവിടെ നടന്നുകൊള്ളട്ടെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് ഓരോ നിമിഷവും ആ ഭഗവാനെ ദർശിക്കുമ്പോൾ നമ്മളുടെ കയ്യിലുള്ളതെല്ലാം ഭഗവാന് നൽകണം എന്നാണ് സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കുക. അവിടെ ഓരോ ഭക്തനും അവനവന്റെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് ശേഖരിച്ച ധനം അവിടെ വന്ന് ഭഗവാനായിട്ട് കാണിക്കർപ്പിച്ചിട്ട്, അതുപോലെ തന്നെ അവിടെ സമർപ്പിക്കുന്ന ഓരോ ദ്രവ്യങ്ങളും എൻ്റെ അയ്യപ്പസ്വാമിക്കുള്ളതാണ് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി സമർപ്പിച്ചിട്ട്, ഒടുവിൽ ആ ഭഗവാനിരിക്കുന്ന ശൈലകത്തിന്റെ എല്ലാ വശങ്ങളും ഓരോ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി അതിന് പകരമായിട്ട് അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്ന ഭക്തരെയും വിഡ്ഢികളാക്കുന്ന രീതിയിൽ ഞങ്ങളെയെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെയധികം ഹൃദയവേദന തോന്നി. പക്ഷേ കലിയുഗവരതനായ അയ്യപ്പസ്വാമി നിങ്ങൾ ആരെയും വെറുതെ വിടുവെന്ന് ധരിച്ചു കളയരുത്. അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ ഓരോ തവണയും ഓരോ മോഷണം നടത്തുമ്പോഴും നിങ്ങളുടെ വിചാരം ഇത് സാധാരണ ഭക്തരൊന്നും അറിയില്ല എന്നാണ്. പക്ഷേ സാധാരണ ഭക്തന്റെ ഉള്ളിൽ വിളങ്ങുന്ന ആ പരമാത്മ ചൈതന്യമായിരിക്കുന്ന അയ്യപ്പസ്വാമി നിങ്ങളുടെ എല്ലാവരുടെയും മേലെ കണ്ണുവച്ചിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു തവണയോ 2 തവണയോ 3 തവണയോ നിങ്ങളോട് ഭഗവാൻ ക്ഷമിച്ചെന്നിരിക്കാം. പക്ഷെ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന ഈ തിന്മയുടെ ഫലം നിങ്ങൾക്ക് മുൻപിൽ തന്നെ ഭഗവാൻ കൊണ്ടുവന്ന് സമർപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും എന്നെ പോലത്തെ ഒരു അയ്യപ്പ ഭക്തനും ഉണ്ടാവില്ല. ഇവിടുത്തെ പ്രയാസം ആ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ പോലും കള്ളനും കൊള്ളക്കാരുമായിട്ടുള്ള നിരവധി ആൾക്കാർ വന്നു പോകുന്നുണ്ട് എന്നുള്ളത് ഹിന്ദു ജനതയ്ക്ക് അപമാനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അല്ല എങ്കിൽ ഒരിക്കലും ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്ത് ഇത് നിങ്ങളോട് പറയില്ലായിരുന്നു. ഞങ്ങളെ പോലത്തെ സാധാരണ ഭക്തര് ധാരാളമുള്ള ഈ ലോകത്ത് ഈ പോറ്റിയെ പോലത്തെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനെ പോലത്തെ, അയാളെ പോറ്റി എന്ന് വിളിക്കാൻ തന്നെ നമുക്ക് ചിലപ്പോൾ ലജ്ജാവഹമായിരിക്കും. ഈ പോറ്റി എന്ന് പറഞ്ഞാൽ ഈ തെക്കൻ ജില്ലകളില് പൂജ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന ഒരു പേരാണ് പോറ്റി. അപ്പൊ അയാളുടെ പേര് ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണൻ പൂജ ചെയ്യുന്ന ആളാണെന്നുള്ള രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയാൻ കാരണം. സത്യത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോറ്റി എന്ന് പോലും ആരും വിളിക്കരുത്. ഉണ്ണികൃഷ്ണൻ അത് തന്നെ ധാരാളമാണ്. അയാളുടെ ആ പേര് തന്നെ നമുക്ക് കളങ്കിതമായിട്ട് തോന്നും. കാരണം അയാളുടെ പേരിന്റെ കൂടെയുള്ള പോറ്റി എന്നുള്ള നാമധേയം കൊണ്ട് ഹൈന്ദവ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന അനേകം പൂജാരികളായിട്ടുള്ള എന്നെ പോലത്തെ പൂജാരികളായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ അതിയായിട്ടുള്ള കളങ്കമാണ് ഏറ്റിരിക്കുന്നത്. ഓരോ പോറ്റിമാരും ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം ലോക നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കേണ്ട സമയത്ത്, ലോക നന്മയ്ക്കായിട്ട് കലിയുഗവരതൻ കുടികൊള്ളുന്ന സന്നിധാനത്തില് ആ ഭഗവാന്റെ ശ്രീലകം തന്നെ പൊളിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്ന ഇത്തരം മനോഭാവമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഓരോ ഭക്തജനങ്ങളോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ കയ്യിലെ സമ്പാദ്യം മുഴുവൻ ഒരു കാരണവശാലും ഇത്തരം ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾക്ക് ദാനം ചെയ്യണമെന്നോ ധർമ്മം ചെയ്യണമെന്നോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഭഗവാനായിട്ട് വഴിപാട് കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സമീപത്തുള്ള അന്തിത്തിരിക്ക് മാർഗമില്ലാത്ത ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ കൊണ്ട് സമർപ്പിച്ചാലും ഈ ഭഗവാൻ പറഞ്ഞതുപോലെ തത്വമസിയാണ്, എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശബരിമല സന്നിധാനത്തൊക്കെ കുമിഞ്ഞുകൂടുന്ന ഈ ധനത്തിന്റെ വരവ് കൊണ്ടാണ് ഇതുപോലെ മോഷ്ടാക്കളുടെ എണ്ണവും വർദ്ധിക്കുന്നത്. ദയവായി നമ്മൾ ഓർക്കുക, നമ്മൾ ജോലി ചെയ്ത് നമ്മളുടെ വിശ്വാസത്തിലൂടെ നമ്മൾ ഭഗവാനായി കാണിക്കർപ്പിക്കുന്നത് മറ്റൊരാൾ മോഷ്ടിച്ചു കൊണ്ടുപോകുവാനുള്ള ഇടയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൊണ്ട് സമർപ്പിക്കാതിരിക്കുക. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുക? കലിയുഗവരതനെ കാണാൻ പോയി 114 പ്രാവശ്യം പോയിട്ടുള്ള അനുഭവ സമ്പത്ത് കൊണ്ട് ഞാൻ പറയുന്നു,
നിങ്ങൾ ശബരിമലയിൽ ഭഗവാനെ ദർശിക്കുവാൻ പോകുന്ന സമയത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഇരുമുടിക്കെട്ടിൽ ഒരു നെയ്നാളികേരം കൂടി വന്നാൽ 1 രൂപയുടെ ഒരു നാണയം അത്രേ വേണ്ടൂ. കാണിപ്പൊന്നും കാണിപ്പണവും ഇതൊന്നും നമുക്ക് ഭഗവാനായിട്ട് ഒരുപാട് സമർപ്പിക്കേണ്ട കാര്യമില്ല. കാരണം 1 രൂപ ഒരു ഭക്തനിട്ടാൽ തന്നെ അവിടെ കോടിക്കണക്കിന് രൂപ വരും. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ കൂടുതൽ പണം ഭഗവാന് സമർപ്പിക്കുന്നത്? ഭഗവാന്റെ കാര്യങ്ങൾ നടത്തുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇന്ന് ഭഗവാൻ രാജകീയമായിട്ട് കഴിയുന്നതിന് നമുക്ക് സമ്പാദ്യങ്ങൾ അവിടെയുണ്ട്. ആ സമ്പാദ്യം മറ്റുള്ളവർ കുടുംബ സ്വത്തായിട്ടോ മറ്റുള്ളവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഭഗവാനെയും ശ്രീലകത്തെയും രക്ഷിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ മാത്രമേ ഭഗവാനായിട്ട് സമർപ്പിക്കുവാൻ പാടുള്ളൂ. നിങ്ങൾ സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ടത് നെയ്നാളികേരമാണ്. ആ നെയ്ത്തേങ്ങ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഭക്തിയോടുകൂടി നിറച്ച് അവിടെ പോയി ശബരിമലയുടെ സന്നിധാനത്തിലെത്തി ഭഗവാന് അവിടെ അഭിഷേകം ചെയ്ത് ആ നെയ്യിൽ നിന്ന് ഒരല്പം പ്രസാദം വാങ്ങിച്ചു പോരുക. ഇങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു നെയ്യ് അഭിഷേകിക്കണമെങ്കിൽ 10 രൂപയുടെ ഒരു റെസീറ്റ് എടുക്കണം. ഇവിടെ കോടാനുകൂടി നെയ്നാളികേരങ്ങൾ വരുമ്പോൾ ഓരോ നാളികേരത്തിനും 10 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ എത്രയോ കോടിക്കണക്കിന് രൂപ ഉണ്ടാകും. ഈ രൂപ മുഴുവൻ അവിടുത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനും അധികമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ സന്നിധിയിൽ ഇനി പണത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പരമാവധി നമ്മുടെ അടുത്തുള്ള സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് കൊടുക്കുവാനുള്ള ധനം തീർച്ചയായിട്ടും അവിടുത്തെ ദേവീദേവന്മാർക്കായിട്ട് സമർപ്പിക്കുക. എല്ലാം കലിയുഗവരതനായ അയ്യപ്പസ്വാമിക്ക് അറിയാം. അല്ല എങ്കിൽ ഇതുപോലെ നാം ഓരോരുത്തരും കൊണ്ടേ കൊടുക്കുന്ന പണം ഇതുപോലത്തെ കള്ളന്മാര് മോഷ്ടിച്ച് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അത് ഒരുപക്ഷെ ഹൈന്ദവ ജനതയ്ക്ക് തന്നെ നാണക്കേടാണ് എന്നുള്ള സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു, ശബരിമലയ്ക്ക് പോകുന്ന ഓരോ ഭക്തജനങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ ഇരുമുടിക്കെട്ടിൽ ഒരു നെയ്നാളികേരവും 1 രൂപ കാണിക്കയിടുവാനുള്ളതും മാത്രമായിട്ട് പോകുവാൻ ശ്രമിക്കുക. അത് മതി ഭഗവാന്. അത്രയും നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഭഗവാൻ ആവശ്യം ഇതൊന്നുമല്ല, നിങ്ങളുടെ ഭക്തിയാണ്. നിങ്ങൾ വിശ്വാസത്തോടുകൂടി ശരണമന്ത്രത്തോടുകൂടി ആ നടക്കിലെത്തിക്കുള്ളൂ. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുക. പമ്പയിൽ തുടങ്ങിയിട്ട് സന്നിധാനം വരെ നിർത്താതെ ശരണം വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോലും ഇരിക്കാതെ നമുക്ക് ഒരുമിച്ച് ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടുന്ന പുണ്യം നിങ്ങൾ എത്ര കോടിക്കണക്കിന് രൂപ അവിടെ സമർപ്പിച്ചാലും തീർച്ചയായിട്ടും കിട്ടില്ല എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടി ഞാൻ പറയുന്നു. നിങ്ങൾക്ക് വേണ്ടത് യഥാർത്ഥ ഭക്തിയാണ്. അത് പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അയ്യപ്പസ്വാമിക്ക് കാണിക്ക വെച്ചിട്ടോ അല്ല. ശരണമന്ത്രം കൊണ്ട് ഭഗവാനെ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കൂ. തീർച്ചയായിട്ടും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. ലോകം മുഴുവൻ എന്നും നന്മ ചൊരിയുവാനായിട്ടിരിക്കുന്ന കലിയുഗവരതൻ ഈ കുറ്റവാളികളെ, ഈ മോഷ്ടാക്കളെ, ഈ അധർമ്മം സ്വീകരിച്ച ആൾക്കാരെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിലൂടെ അവർക്ക് വേണ്ട നടപടികൾ കലിയുഗവരതൻ തന്നെ ചെയ്തുകൊള്ളും എന്ന ആത്മവിശ്വാസവും ഉറച്ച ധൈര്യവുമുണ്ട്. എല്ലാവർക്കും എന്നും ആ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.